ഹലോ, FRL അല്ലെങ്കിൽ ഫിൽറ്റർ റെഗുലേഷൻ ലൂബ്രിക്കേറ്റർ യൂണിറ്റിൻ്റെ ഡിസ്മാൻഡിൽ റിപ്പയർ, റീപ്ലേസ് ആൻഡ് അസംബിൾ എന്നിവയെക്കുറിച്ചുള്ള സെഷനിലേക്ക് സ്വാഗതം. ഈ സെഷന്റെ അവസാനത്തോടെ നിങ്ങൾക്ക് FRL യൂണിറ്റിനെ കുറിച്ച് അറിയാനും വിവിധതരം FRL യൂണിറ്റുകളും അവയുടെ സവിശേഷതകളും ലിസ്റ്റ് ചെയ്യാനും FRL യൂണിറ്റ് അറ്റകുറ്റപ്പണികൾ നടത്താനും പ്രഷർ ഗേജിലെ മർദ്ദം അളക്കാനും സാധിക്കുന്നതാണ്. ഫിൽറ്റർ റെഗുലേറ്റർ ലൂബ്രിക്കേറ്റർ അഥവാ FRL യൂണിറ്റ് ന്യൂമാറ്റിക് സിസ്റ്റത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപകരണങ്ങളിലൊന്നാണ്. ഇതൊരു കമ്പൈൻഡ് യൂണിറ്റാണ്. FRL യൂണിറ്റ് പൊടിയും ഈർപ്പവും നീക്കം ചെയ്യുകയും മർദ്ദം നിയന്ത്രിക്കുകയും സിസ്റ്റത്തിലേക്ക് വിതരണം ചെയ്യുന്ന ഡ്രൈ എയറിനെ ലൂബ്രിക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. തൽഫലമായി സിസ്റ്റത്തിലെ ഉപകരണങ്ങളുടെ ആയുസ് വർദ്ധിക്കുകയും സിസ്റ്റത്തിന്റെ കാര്യക്ഷമമായ പ്രവർത്തനം ഉറപ്പാവുകയും ചെയ്യുന്നു. കംപ്രസറിൽ നിന്ന് പുറത്തുപോകുന്ന വായു മലിനമായതും ഈർപ്പമുള്ളതുമാണ്. അത് ഫിൽറ്റർ ചെയ്തില്ലെങ്കിൽ ഉപകരണങ്ങൾക്ക് കേടുപാടുകൾ വരുത്തും. കംപ്രസ് ചെയ്ത വായുവിലുള്ള ഖരരൂപത്തിലുള്ള കണങ്ങളെ അരിച്ചെടുത്തും എണ്ണയും വെള്ളവും പോലെ ദ്രവ രൂപത്തിലുള്ളവയെ വേർതിരിച്ചും ഫിൽറ്റർ കംപ്രസ് ചെയ്ത വായു ശുദ്ധീകരിക്കുന്നു. റെഗുലേറ്ററുകൾ, ലൂബ്രിക്കേറ്ററുകൾ കൂടാതെ ന്യൂമാറ്റിക് പവർ ടൂളുകൾ എന്നിവയുടെ അപ്സ്ട്രീമിലെ എയർ ലൈനിംഗ് ഫിൽറ്ററുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അവ ന്യൂമാറ്റിക് സിസ്റ്റങ്ങളിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നു. അതുവഴി ഉപകരണങ്ങൾക്ക് കേടുപാടുകൾ ഉണ്ടാകുന്നത് തടയുന്നു. കൂടാതെ മാലിന്യങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രവർത്തന സമയനഷ്ടവും അതുവഴി ഉണ്ടാവുന്ന ഉൽപാദന നഷ്ടവും കുറയ്ക്കുന്നു. പ്രഷർ റെഗുലേറ്ററുകൾ കംപ്രസ് ചെയ്ത എയർ സിസ്റ്റങ്ങളിലെ ഫ്ലൂയിഡ് പ്രഷർ നിയന്ത്രിക്കുന്നു. മർദ്ദം കുറയ്ക്കുന്ന വാൽവുകൾ അല്ലെങ്കിൽ PRVS എന്നും റെഗുലേറ്ററുകൾ അറിയപ്പെടുന്നു. പ്രഷർ റെഗുലേറ്ററുകൾ ഇൻപുട്ട് പ്രഷർ വ്യതിയാനങ്ങളും ഡൗൺസ്ട്രീം ഘടകങ്ങൾ സിസ്റ്റത്തിൽ ഉണ്ടാക്കുന്ന ഡിമാൻഡുകളും പരിഗണിക്കാതെ സ്ഥിരമായ ഔട്ട്പുട്ട് പ്രഷർ നിലനിർത്തുന്നു. എയർ ടൂളുകൾക്കുള്ളിലെ ചലിക്കുന്ന ഘടകങ്ങൾക്കിടയിലും സിസ്റ്റത്തിലെ മറ്റു ഉപകരണങ്ങൾക്കിടയിലും ഉണ്ടാകാൻ സാധ്യതയുള്ള ഘർഷണം കുറയ്ക്കുന്നതിനായി ലൂബ്രിക്കേറ്ററുകൾ കംപ്രസ്ഡ് എയർ സിസ്റ്റത്തിലേക്ക് നിയന്ത്രിത അളവിൽ ഓയിൽ ചേർക്കുന്നു. ആറ്റമൈസ്ഡ് സ്പ്രേ രീതി ഉപയോഗിച്ച് ലൂബ്രിക്കേഷൻ ഓയിൽ സിസ്റ്റത്തിലേക്ക് പ്രവേശിക്കുന്ന കംപ്രസ്ഡ് എയറിൽ ചേർക്കുന്ന പ്രക്രിയ മൂലം സിസ്റ്റത്തിലൂടെ വാതകാവസ്ഥയിൽ സഞ്ചരിക്കുന്ന കംപ്രസർ ഓയിലും നീക്കം ചെയ്യപ്പെടുന്നു. സിസ്റ്റത്തിലെ ഘടകങ്ങളിൽ എണ്ണ അടിഞ്ഞുകൂടുന്നത് തടയാൻ മിനറൽ ഓയിൽ സിസ്റ്റത്തിൽ ചേർക്കുന്നു. തൽഫലമായി അടിഞ്ഞുകൂടുന്ന ഓയിൽ അവശിഷ്ടങ്ങൾ പുറന്തള്ളപ്പെടുന്നു. ആപ്ലിക്കേഷനിൽ ഏതൊക്കെ റെഗുലേറ്ററും ലൂബ്രിക്കേഷനുമാണ് വേണ്ടതെന്നും നിർണ്ണയിക്കുന്നത് ഡൗൺസ്ട്രീം ഉപകരണങ്ങളിലെ ഫ്ലോ പ്രഷർ ആവശ്യകതകൾ നോക്കിയാണ്. റെഗുലേറ്ററുകളുടെയും ലൂബ്രിക്കേറ്ററുകളുടെയും ശരിയായ കോമ്പിനേഷൻ തിരഞ്ഞെടുക്കാൻ നമ്മെ സഹായിക്കുന്നതിന് വേണ്ടി നിർമ്മാതാക്കൾ അവരുടെ ഉൽപ്പന്നങ്ങളിൽ ഫ്ലോയുടെ സ്വഭാവ സവിശേഷതകൾ വിവരിക്കുന്ന ചാർട്ടുകൾ നൽകുന്നു. FRL യൂണിറ്റ് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും അതിൻ്റെ ഉപയോഗങ്ങളെക്കുറിച്ചും ഇപ്പോൾ നിങ്ങൾക്കറിയാം. ഇനി നമുക്ക് വിവിധതരം പ്രഷർ റെഗുലേറ്ററുകൾ നോക്കാം. പ്രഷർ റെഗുലേറ്ററിനായി നിരവധി ചോയ്സുകളുണ്ട്. പ്രധാനപ്പെട്ട റെഗുലേറ്ററുകൾ ഇവയാണ്: ജനറൽ പർപ്പസ് റെഗുലേറ്ററുകൾ, ഹൈ പ്രഷർ റെഗുലേറ്ററുകൾ, ലോ പ്രഷർ റെഗുലേറ്ററുകൾ, ഡിഫറൻഷ്യൽ അല്ലെങ്കിൽ ബയസ് റെഗുലേറ്ററുകൾ, പ്രഷർ റെഡ്യൂസിംഗ് വാൽവുകൾ. സാധാരണ വ്യാവസായിക ആവശ്യങ്ങൾക്കായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ജനറൽ പർപ്പസ് റെഗുലേറ്ററുകൾ. അവ സാധാരണയായി അന്തരീക്ഷ മർദ്ദത്തിന് മുകളിൽ മാത്രമേ പ്രവർത്തിക്കൂ. ഹൈ പ്രഷർ റെഗുലേറ്ററുകൾ ജനറൽ പർപ്പസ് റെഗുലേറ്ററുകളേക്കാൾ ഉയർന്ന ഇൻലെറ്റ് പ്രഷർ റേറ്റിംഗ് ഉള്ളവയാണ്. സാധാരണയായി 1000 PSI-ൽ കൂടുതലാണ് റേറ്റിംഗ്. പ്രത്യേക ഡിസൈൻ സവിശേഷതകളോടെ നിർമ്മിക്കുന്ന ലോ പ്രഷർ റെഗുലേറ്ററുകൾക്ക് 15 to 20 PSI-ക്ക് താഴെയുള്ള പ്രഷറുകളെ കൃത്യമായി നിയന്ത്രിക്കുന്നതിന് കഴിവുണ്ട്. ഡിഫറൻഷ്യൽ അല്ലെങ്കിൽ ബയസ് റെഗുലേറ്ററുകൾ
സിസ്റ്റത്തിലെ 2 സ്ഥലങ്ങൾക്കിടയിൽ മർദ്ദവ്യത്യാസം നിലനിർത്തുന്നു. പ്രഷർ റെഡ്യൂസിംഗ് വാൽവുകൾ പ്രധാന സർക്യൂട്ടിലെ മർദ്ദത്തേക്കാൾ കുറവുള്ള മർദ്ദത്തിൽ ഫ്ലൂയിഡ് വിതരണം ചെയ്യുന്ന ഒരു സബ് സർക്യൂട്ട് പ്രദാനം ചെയ്യുന്നു. ഇനി നമുക്ക് പെർഫോമൻസ് സ്പെസിഫിക്കേഷനുകൾ നോക്കാം. റെഗുലേറ്റിംഗ് അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് റേഞ്ച് അഡ്ജസ്റ്റ്മെന്റ് കൺട്രോളിന്റെ പരിധി നിർദ്ദേശിക്കുന്നു. പ്രാഥമിക ആപ്ലിക്കേഷൻ ലിക്വിഡ് ബേസ് ചെയ്താണെങ്കിൽ മാക്സിമം ഗ്യാസ് അല്ലെങ്കിൽ ഓയിൽ ഫ്ലോയെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല. മാക്സിമം പ്രഷർ റേറ്റിംഗ് എന്നത് വാൽവിനുള്ള മർദ്ദം അല്ലെങ്കിൽ റെഗുലേറ്ററിനുള്ള ഇൻലെറ്റ് മർദ്ദത്തെ സൂചിപ്പിക്കുന്നു. മിനിമം പാർട്ടിക്കിൾസ് സൈസ് റേറ്റിംഗ് ബാധകമാകുന്നത് ഫിൽറ്റർ, റെഗുലേറ്റർ, ലൂബ്രിക്കേഷൻ അസംബ്ലിക്കാണ്. ഫിൽറ്ററിന് അരിച്ചു മാറ്റാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയുടെ വലുപ്പമാണ് ഈ റേറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ റേറ്റിംഗ് ഫിൽറ്റർ ഘടകങ്ങളിലെ ഏറ്റവും വലിയ ഓപ്പണിങ്ങിനെ സൂചിപ്പിക്കുന്നു. റെഗുലേറ്റർ വാൽവിന്റെ സ്പെസിഫിക്കേഷനൊപ്പം പരിഗണിക്കേണ്ട മറ്റ് പ്രധാന ഘടകങ്ങൾ ഇവയാണ്: റെഗുലേറ്റർ ടൈപ്പ്, മീഡിയം, അഡ്ജസ്റ്റ്മെന്റ് കൺട്രോൾ, കണക്ടറുകൾ അല്ലെങ്കിൽ പൈപ്പ് സൈസ്, ബോഡി മെറ്റീരിയൽ, എൻവയോൺമെന്റൽ പാരാമീറ്റേഴ്സ്. നിങ്ങൾക്ക് ഇപ്പോൾ FRL യൂണിറ്റ് എന്താണെന്നും നിർവചിക്കുന്ന FRL ടൈപ്പുകളും അവയുടെ സ്പെസിഫിക്കേഷനും വിവരിക്കാനും കഴിയും. ഇനി നിങ്ങൾക്ക് എങ്ങനെ FRL യൂണിറ്റ് അറ്റകുറ്റപ്പണി നടത്താമെന്നും മൗണ്ട് ചെയ്യാമെന്നും പ്രഷർ ഗേജിലെ മർദ്ദം എങ്ങനെ ഗ്രഹിക്കാമെന്നും നോക്കാം. FRL യൂണിറ്റും ലൂബ്രിക്കേറ്ററും എങ്ങനെ അറ്റകുറ്റപ്പണി നടത്താമെന്ന് നോക്കാം. ആദ്യം നിങ്ങൾ ഫിൽറ്റർ യൂണിറ്റിൽ നിന്ന് വെള്ളം വറ്റിക്കേണ്ടതുണ്ട്. തുടർന്ന് ഡ്രയർ പ്ലഗ് കറക്കി ലൂബ്രിക്കേറ്ററിൽ നിന്ന് വെള്ളം കളയുക. ഇനി ഫിൽറ്റർ ബൗൾ കൈകൊണ്ട് പിടിച്ച് അത് അഴിച്ചെടുക്കുക. പൈപ്പ് റേഞ്ച് ഉപയോഗിക്കരുത്, കാരണം ഫിൽറ്റർ ബൗൾ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ അലോയ്ഡ് മെറ്റീരിയൽ നിർമ്മിച്ചതാവും. അത് പൊട്ടാനോ കേടുവരാനോ സാധ്യതയുണ്ട്. ഇനി ഒരു സ്പാനർ ഉപയോഗിച്ച് ഫിൽറ്റർ ഇൻസേർട്ട് നീക്കം ചെയ്ത് ശുദ്ധമായ മണ്ണെണ്ണയിൽ ഫിൽറ്റർ കഴുകുക. ഫിൽറ്റർ ഇൻസേർട്ടുകൾ ചില ഡക്ടൈൽ മൂലങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിനാൽ അത് പുറത്തെടുക്കാനും വൃത്തിയാക്കുന്നതും ശ്രദ്ധാപൂർവം വേണം. സോപ്പ് ലായനിയിൽ ബൗൾ കഴുകി വൃത്തിയുള്ള തുണി ഉപയോഗിച്ച് തുടച്ച് ഉണക്കിയ ശേഷം ഫിൽറ്റർ ഇൻസേർട്ട് പിടിപ്പിച്ച് നിശ്ചിത ടോർക്ക് പരിധിയിലേക്ക് നട്ട് മുറുക്കേണ്ടതാണ്. ഹൗസിങ്ങിലേക്ക് ബൗൾ സ്ക്രൂ ചെയ്ത് ഉറപ്പിച്ച ശേഷം ഡ്രെയിൻ പ്ലഗ് അടച്ച അവസ്ഥയിലാണെന്ന് ഉറപ്പുവരുത്തുക. ഇനി നമുക്ക് FRL യൂണിറ്റിലെ ലൂബ്രിക്കേറ്റർ എങ്ങനെ അഴിച്ചു കേടുപാടുകൾ തീർക്കാം എന്ന് നോക്കാം. ലൂബ്രിക്കേറ്റർ ബോഡി പിടിച്ച് കൈകൊണ്ട് ബൗൾ അഴിച്ച് അതിൽ നിന്ന് ഓയിൽ കളയുക. പിന്നെ ബൗൾ വൃത്തിയാക്കി സോപ്പ് ലായനിയിൽ കഴുകി വൃത്തിയുള്ള തുണി ഉപയോഗിച്ച് തുടച്ചു നീക്കുക. തുടർന്ന് ഡിപ്പ് ട്യൂബിന്റെ അറ്റത്തുള്ള ഫിൽറ്റർ വൃത്തിയാക്കുക. ഓറിംഗ് അതിന്റെ സ്ഥാനത്ത് സ്ഥാപിച്ചതിന് ശേഷം ഡിപ്പ് ട്യൂബ് അതിന്റെ യഥാസ്ഥാനത്ത് തന്നെ വിന്യസിച്ച് എന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം ബൗൾ അതിന്റെ യഥാസ്ഥാനത്ത് സ്ക്രൂ ചെയ്ത് മുറുക്കി ഇൻലെറ്റ് വാൽവ് തുറക്കുക. ഇനി പ്രഷർ ഗേജ് നിരീക്ഷിക്കുക. നിർമ്മാതാക്കൾ പറഞ്ഞിരിക്കുന്നത് തരം ഓയിൽ ഉപയോഗിച്ച് അടയാളപ്പെടുത്തിയിരിക്കുന്ന ലെവൽ വരെ ഓയിൽ നിറയ്ക്കുകയും ആ ലെവൽ നിലനിർത്തുകയും ചെയ്യുക. ഓയിൽ നിറയ്ക്കുന്നത് അടയാളപ്പെടുത്തിയ ലെവലിന് മുകളിലോ താഴെയോ ആവരുത്. വൃത്തിയാക്കിയ ശേഷം ഓയിൽ ചോർച്ച ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. ട്രെയിനർ കിറ്റിൽ FRL യൂണിറ്റ് ഘടിപ്പിക്കുക. FRL യൂണിറ്റിലെ ആരോ മാർക്കിന് അനുസൃതമായാണ് വായുവിന്റെ ഒഴുക്കെന്ന് ഉറപ്പാക്കുക. പ്രഷർ ഗേജിന്റെ സൂചി അതിന്റെ പിന്നിലെ ഡയലറിൽ പ്രഷറിനെ അടയാളപ്പെടുത്തുന്നു.
പ്രഷർ അളക്കുന്നത് കിലോഗ്രാം പെർ സ്ക്വയർ സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ കിലോഗ്രാം ഫോഴ്സ് പെർ സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന രീതിയിലാണ്. അങ്ങനെ നമ്മൾ FRL യൂണിറ്റിൻ്റെ ഡിസ്മാൻഡിൽ, റിപ്പയർ, റീപ്ലേസ് ആൻഡ് അസംബിൾ എന്നിവയെക്കുറിച്ചുള്ള ഈ സെഷന്റെ അവസാനത്തിൽ എത്തിയിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് FRL യൂണിറ്റിനെ കുറിച്ചും വിവിധ തരം FRL യൂണിറ്റുകളും അവയുടെ സവിശേഷതകളും ലിസ്റ്റ് ചെയ്യാനും FRL യൂണിറ്റ് അറ്റകുറ്റപ്പണികൾ നടത്താനും പ്രഷർ ഗേജിലെ മർദ്ദം അളക്കാനും കഴിയുന്നതാണ്.